പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും സൗഖ്യത്തോടെ ആയിരിക്കുന്നു, ക്ഷേമത്തോടെ ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെയോ. എൻ്റെയൊക്കെ ജീവിതത്തിൽ പല സീസൺസ് ഓഫ് ചേഞ്ച് വരും. അപ്രതീക്ഷിതമായിട്ടുള്ള സംഗതികൾ വരുന്നതിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പലപ്പോഴും സംഗതികൾ നമ്മുടെ കൺട്രോളിൽ നിന്ന് വിട്ട് കളഞ്ഞിട്ട് യേശുവിൽ തന്നെ അതിനുവേണ്ടി ആശ്രയിപ്പാൻ ഇടയായിട്ടുണ്ട്. ചില ചുഴലിക്കാറ്റ് ഇട്ട് കറക്കിയിട്ടുണ്ട്. നമ്മൾ പലതും നമ്മുടെ ജീവിതത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ട് വരുമ്പോൾ പിശാചിനെ തകിടം മറിച്ചിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ മനസ്സിലാക്കണമേ, ദൈവത്തിൻ്റെ ആംഗിളിൽ നിന്നുകൊണ്ട് നാം നോക്കുമ്പോൾ അതെല്ലാം നമ്മുടെ ഹൃദയത്തെ ശക്തീകരിച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ ഓരോ എക്സ്പീരിയൻസിലും ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നന്മയെ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയണം. ചിലതൊക്കെ റിസ്ക് ചെയ്യാൻ നാം തയ്യാറാകണം. വിശ്വാസത്താൽ നിറഞ്ഞൊരു ജീവിതം നയിക്കണമെങ്കിൽ, പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ കർത്താവിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. യെശയ്യാപ്രവചനം 43 അധ്യായത്തിൻ്റെ 19 വാക്യം, ഐസായ 43:90. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളതറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. നമ്മുടെ സകല സർക്കംസ്റ്റൻസസിൻ്റെയും മുകളിൽ ദൈവം പറഞ്ഞ സത്യങ്ങളെ നാം പൂർണ്ണമായി വിശ്വസിക്കുന്നതാണ് നമ്മുടെ ഫെയ്ത്ത്. ഒത്തിരി വർഷം നഷ്ടപ്പെട്ട സംഗതി ഇനി അതെങ്ങനെ നടക്കാനാ? ഇന്ന് വരെ നടക്കാൻ ഇനിയും നടക്കുമോ? അത് ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയൊന്നും പറയാൻ ദൈവമക്കളെ നമുക്ക് അവകാശമില്ല. ഒരു ബാലനായിരുന്നപ്പോൾ ദാവീദ് മല്ലനായ ഗോലിയാത്തിനെ കൊന്നു. അതുകൊണ്ട് ചെറുപ്പത്തിൽ കരടിയെയും സിംഹത്തെയും കൊന്ന എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഈ മല്ലനായ ഗോലിയാത്തിനെ കൊല്ലുവാൻ അവന് ബലം കിട്ടിയത്. നമ്മൾ നോക്കുമ്പോൾ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിൻ്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദാവീദ് ഗോലിയാത്തിൻ്റെ നേരെ പാഞ്ഞെടുത്തത്. ദാവീദ് പറയുന്നു, 1 ശമൂവേൽ 17:46 മുതൽ നമ്മൾ കാണുന്നുണ്ട്, യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിലേൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിൻ്റെ തല ഛേദിച്ച് കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫിലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രയേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നതെന്ന് ഈ സംഘമെല്ലാം അറിവാനിടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിലേൽപ്പിച്ചു തരും. എത്ര ധൈര്യത്തോടെ തനിക്ക് പറയുവാൻ പറ്റി. താന് ഗ്രഹിച്ചതും അനുഭവിച്ചതും തൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് ഈ വലിയ മല്ലനെയും തനിക്ക് കാൽ കീഴാക്കുവാൻ, പരാജയപ്പെടുത്തുവാൻ, അവൻ്റെ തലയെ ഛേദിച്ചു കളവാനുള്ള വലിയ കൃപയും ശക്തിയും ദൈവം തൻ്റെ മേൽ പകരുമെന്ന് വിശ്വസിച്ചത് താന് പോസിറ്റീവായിട്ട് കൺഫസ് ചെയ്തു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നീ ഫേസ് ചെയ്യുന്ന വിഷയത്തെ നോക്കി നിനക്കൊന്ന് കൽപ്പിക്കാമോ? ദാവീദിന് പ്രത്യാശയുണ്ടായിരുന്നു. ആ മല്ലനെ താൻ ഡിഫീറ്റ് ചെയ്യുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. ദൈവവചനത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. അതെല്ലാം അവൻ വിളിച്ചു പറഞ്ഞു. The truth alone has the power to help us move forward, hopeless to hopeful, and live faithful and faith-filled.
ഞാൻ പറയട്ടെ, ഫെയ്ത്ത്ഫുൾ ആൻഡ് ഫെയ്ത്ത്ഫിൽഡായിട്ട് ജീവിപ്പാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒക്കെ ദൈവം സഹായിക്കട്ടെ. നമുക്ക് വേണ്ടി പുതിയത് ചെയ്യുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെ അവനിൽ ആശ്രയിച്ചാൽ അവൻ്റെ പ്രോമിസസ് ഒക്കെ നമുക്ക് ലഭിക്കും. നമുക്കത് പൊസസ് ചെയ്യുവാൻ, നമുക്കത് ഇൻഹെറിറ്റ് ചെയ്യുവാൻ, നമുക്കത് ഒബ്റ്റെയിൻ ചെയ്യാൻ എല്ലാം കർത്താവ് എന്തൊക്കെ വിചാരിച്ചോ, എന്തൊക്കെ തൻ്റെ വചനത്തിൽ കൂടെ നമ്മളോട് ഇൻസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നോ, പറഞ്ഞിരിക്കുന്നോ, പ്രോമിസ് ചെയ്തിരിക്കുന്നോ, അതെല്ലാം പ്രാപിച്ചെടുപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 6 വേഴ്സ് 12 ഇങ്ങനെ പറയുന്നു: അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. പ്രൈസ് ഗോഡ്. കുഞ്ഞെ, നിനക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കാം, ഒരു സ്വപ്നമുണ്ടായിരിക്കാം, വർഷങ്ങളായിട്ട് നിനക്ക് ചില പ്ലാനുകളുണ്ടായിരിക്കാം. ദൈവം നിന്നെ മറന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടായിരിക്കാം. എന്തു തന്നെ ആയിക്കോട്ടെ, ഞാൻ ഉറപ്പായി പറയട്ടെ, ദൈവം നിന്നെ മറന്നിട്ടില്ല. നിൻ്റെ ഹൃദയത്തിൽ ദൈവം വെച്ചിരിക്കുന്ന സ്വപ്നമുണ്ടല്ലോ, ആ വിഷനുണ്ടല്ലോ, ആ പ്ലാൻ ഉണ്ടല്ലോ, അതിന് സമയമെടുക്കും, ലോട്ട്സ് ഓഫ് ടൈം. എന്നാൽ ആ സമയങ്ങളെല്ലാം ദൈവം നമ്മിൽ പ്രവർത്തിക്കുക, നമ്മിൽ സോ ഹി ക്യാൻ വർക്ക് ത്രൂ അസ്, നമ്മിൽ കൂടെ പ്രവർത്തിക്കാൻ പിന്നീട് ഇടയാകും. നമ്മുടെ ജോലി എന്തുവാ? വി ഷുഡ് എക്സസൈസ് ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ്. വിശ്വാസവും വേണം, ദീർഘക്ഷമയും വേണം. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നാം വിശ്വസിക്കുക, ബിലീവിങ് ദാറ്റ് ഗോഡ് ഈസ് ഹൂ ഹീ സേസ് ഹീ ഈസ് ആൻഡ് ദാറ്റ് ഹി വിൽ ഡു വാട്ട് ഹീ സെഡ് ഹി വുഡ് ഡു. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നൊരു ദൈവം. ഡിലേ വരുമ്പോൾ ആ ഡിലേ ടോളറേറ്റ് ചെയ്യാനായിട്ടാണ് നമുക്ക് പേഷ്യൻസ് വേണമെന്ന് പറയുന്നത്. അതെല്ലാം ടോളറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ദൈവം തരും. ദൈവം നമുക്ക് ഹി വിൽ ഗിവ് അസ് ദ എബിലിറ്റി ടു വെയിറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് നമുക്ക് തരും. ദൈവം നല്ലവനാ, അവൻ നല്ലതേ ചെയ്യത്തുള്ളൂ. അവൻ എന്താ ചെയ്യുന്നതെന്നും ദൈവത്തിനറിയാം. എത്ര നാളെടുത്താലും നമ്മുടെ പേർപ്പസ് എന്തു തന്നെ ആയിക്കോട്ടെ, അവൻ നമുക്ക് വേണ്ടി അതെല്ലാം ചെയ്തു തരും. നമ്മളെല്ലാം അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങൾക്കാണ് വിളിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ കൂടി കടന്നു പോകണമെങ്കിൽ നമുക്ക് വിശ്വാസം ആവശ്യമാണ്. പക്ഷേ വിശ്വാസത്തോടെ നാം മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അതൊന്ന് റെക്കഗ്നൈസ് ചെയ്യുവാൻ കുഞ്ഞെ നിനക്ക് പറ്റുമോ? ലെറ്റ്സ് റെക്കഗ്നൈസ് വാട്ട് ഗോഡ് ഈസ് ഡൂയിങ് ഫോർ us. ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന വാതിലുകൾ വിശാലമായ വാതിലുകളാണ്. അത് നമ്മെ അതിശയിപ്പിക്കും. അവൻ നമുക്ക് വേണ്ടി ഓർഡർ ചെയ്യുന്ന സ്റ്റെപ്പുകളുണ്ടല്ലോ, അത് നമ്മെ അമ്പരപ്പിക്കും. നമുക്കവൻ്റെ ആ സൂപ്പർ നാച്ചുറൽ പവർ നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ്റെ ആ സൂപ്പർ നാച്ചുറൽ പവർ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയണം. വഴിയില്ലാത്തടത്ത് അവൻ വഴിയുണ്ടാക്കും. അവൻ നമ്മുടെ അനുസരണത്തെ ഹോണർ ചെയ്യും. എന്ത് ചെയ്യാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? അതെല്ലാം ദൈവം ചെയ്യും. നാം വിശ്വാസത്തിൽ ഇറങ്ങിയതിന് ശേഷം എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? നീ അനുസരിക്കുവാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നമുക്ക് തോന്നുന്ന ഇമ്പോസിബിളായിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല, ഇമ്പോസിബിളാണെന്ന് തോന്നും. പക്ഷേ ഭയത്തോടെ ചുരുങ്ങി മാറിപ്പോവാൻ ദൈവം നമ്മെ വിട്ടുകൊടുക്കത്തില്ല. വൺ വിൽ കീപ് യു വേ യു ആർ ആൻഡ് വൺ വിൽ ഡെലിവർ യു ടു യുവർ ഫ്യൂച്ചർ. ദൈവം തീർച്ചയായിട്ടും
അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെയ്യട്ടെ. അത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി വലിയ ചെയ്യുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പുതിയത് കാണുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളെ ഉപേക്ഷിക്കാത്ത നല്ല ദൈവത്തിൻ്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.